നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള ഡേറ്റ വഴി നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങളെയാണ് ഭാരതം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത്. അതിന്ന് ധനമന്ത്രി ഒരുപക്ഷെ ഈ ബജറ്റ് അവതരണ വേളയിൽ ചൂണ്ടിക്കാണിക്കുകയുമുണ്ടായി. കൃത്യമായ ഡേറ്റയാണ്, അതിൽ സംശയവുമില്ല. ഇനിയും ഇപ്രകാരമുള്ള പലവിധ മിഷനുകൾ വഴി, പലവിധ പദ്ധതികൾ വഴി ഈ നേട്ടങ്ങൾ ഒക്കെ ആവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവർ സഭയിൽ പ്രകടമാക്കിയത്. അതും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു ബജറ്റാണ് എന്ന് വേണം പറയാൻ. കാരണം ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രി ഇന്ന് വാക്കുകൾ നിർത്തിയതും. ഇനി നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ മത്സ്യ കൃഷി, അത് മാത്രമല്ല ക്ഷീര കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ, നിരവധി പ്രഖ്യാപനങ്ങൾ കൂടി ഈ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഗോകുൽ മിഷനിലൂടെ ക്ഷീര കർഷകർക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതി എടുത്തു പറയുകയും അതിന്റെ ഒരു തുടർച്ച ഉറപ്പു നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഗോകുൽ മിഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തില് ഇപ്പോ വീണ്ടും ഒരു ധവള വിപ്ലവത്തിന്, പാലുൽപാദന രംഗത്ത് വലിയ ഒരു മുന്നേറ്റത്തിന്, അതോടൊപ്പം കാലി വളർത്തൽ, അത് കേവലം പാലുൽപാദനത്തിൽ മാത്രമല്ല, കാലി വളർത്തലിന്റെ ഒരു സമഗ്ര മേഖലയിലും, അതിന്റെ ഇപ്പോ ഗോമൂത്രമായാലും ചാണകമായാലും ഇതെല്ലാം കൃഷിക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമെല്ലാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പൊ കാർഷിക രാജ്യമായ ഭാരതത്തിന്റെ സമ്പൽ വ്യവസ്ഥ അത് പുരാതന കാലത്തൊക്കെ ഗോക്കളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഒരു കർഷകന്റെ കരുത്ത് സമൂഹം വിലയിരുത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണ്ട് ആ സമയത്തെ കൃഷി സമ്പ്രദായങ്ങൾ ജൈവ കൃഷിയിൽ ആധാരിതമായി രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തിന്റെ ജീവിത സാഹചര്യത്തിന് ഇടയാക്കി. പക്ഷെ ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ കാർഷിക രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ രാജ്യത്ത് ധാരാളം രോഗങ്ങൾക്ക് അടക്കം ഇടയാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. അപ്പൊ അതിനെയെല്ലാം അഭിമുഖീകരിക്കുന്ന തരത്തിൽ നാടൻ പശുക്കളുടെ പശു വളർത്തലിനെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ആ രാഷ്ട്രീയ ഗോകുൽ മിഷൻ, അത് നാടൻ പശുക്കൾക്ക് ഒരു ഭാഗത്ത്, അതേപോലെ അല്ലാതെയുള്ള പാലുൽപാദന രംഗത്ത് കൂടുതൽ ഗുണപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഉതകുന്ന ഗോശാലകൾ ധാരാളമായി നിർമ്മിക്കാൻ ഇട നൽകുന്ന, അതിന് സബ്സിഡിയോടുകൂടി പണം അനുവദിക്കുന്ന ആ ഒരു സാഹചര്യം. അപ്പൊ അത് ആ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മത്സ്യകൃഷിയെ നമ്മുടെ രാജ്യത്തുടനീളം സാധാരണക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ രൂപപ്പെടുത്താൻ, അവർക്ക് കാർഷിക മേഖലയിൽ ഇപ്പോ ആ മത്സ്യ കൃഷിയുടെ പ്രോത്സാഹനത്തിന് സർക്കാർ വെച്ചിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ ഓരോ വീട്ടിലും സാധാരണക്കാർക്ക് പോലും മത്സ്യകൃഷി ചെയ്യാൻ സാധിക്കുന്ന പദ്ധതികൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്താൻ സാധിക്കുന്നു. അതിന് വരുന്ന തുകയുടെ വലിയ ശതമാനം, മേജർ പോർഷനും സമ്പൂർണമായി സബ്സിഡിയോടുകൂടി, പലിശയില്ലാതെ അങ്ങനെയെല്ലാം നൽകി ഒരു കർഷകന് ഈ നാടിനു വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനത്തിന് അവർക്ക് ആവശ്യമുള്ള മൂലധനത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ സംവിധാനം തന്നെ ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ഈ സർക്കാർ ഈ തരം പദ്ധതികളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നമ്മുടെ രാജ്യത്തില്ലാത്ത രീതിയിൽ ആ ഒരു മേഖലയ്ക്ക്, കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ കൊടുത്തിക്കൊണ്ട് സാധാരണക്കാര്, പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള കർഷകർക്ക്, അതേപോലെ യുവജനങ്ങളടക്കം കൃഷിയിലേക്ക് വരാൻ പ്രേരണ നൽകുന്നു. അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് വളരെയേറെ സഹായങ്ങൾ ഈ മേഖലയിൽ കഴിഞ്ഞ കാലത്തും സർക്കാർ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നാട്ടിലെ കമ്പോളങ്ങളിൽ എത്തിക്കുക വഴി സാധാരണക്കാരുടെ കർഷകർക്കും ആ കർഷക കൂട്ടായ്മകൾക്കുമെല്ലാം വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാർഷിക മേഖലയെയാണ് ഈ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ നിന്നും സുവ്യക്തം. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് കഴിഞ്ഞ കാലത്ത് ഈ ഗവൺമെന്റ്
ഭരണം ആരംഭിച്ച സമയം മുതൽ ആ ഒരു സമീപനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും അതിന്റെ ഫലം രാജ്യത്ത് കാണാൻ ആരംഭിക്കുകയും ആ മേഖലയിൽ ഇന്ന് സബ്സിഡിയോടുകൂടി പലിശരഹിത വായ്പകളോടുകൂടി ആ തരം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മത്സ്യകൃഷിയും ഗോശാലകളുടെ നിർമ്മിതിയും അതേപോലെ ഇതര ജൈവ കൃഷിയും പിന്നെ നാനോ വളങ്ങളുടെ ഉപയോഗം, ശാസ്ത്രീയമായിട്ടുള്ള കൃഷി സമ്പ്രദായത്തിന്റെ പ്രായോഗികത, ഇതെല്ലാം ഇന്ന് രാജ്യത്ത് സാധാരണ കർഷകർക്ക് സുപരിചിതമാവുന്ന തരത്തിൽ ആ കാർഷിക മേഖലയെ രാജ്യത്തെ ഗവൺമെന്റ് രൂപപ്പെടുത്തിയിരിക്കുന്നു. കർഷകർക്കും പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഏറ്റവുമേറെ പരിഗണന കൊടുക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിന് ഇട നൽകുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ ആ ഭരണ തുടർച്ചയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി വീണ്ടും ഇതിലേറെ ആനുകൂല്യങ്ങൾ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്ന വേളയിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങൾ